വെൽക്കം ടു നെക്സ്റ്റ് ലെക്ചർ മീൻ വാല്യൂ തിയറംസ്. ഓക്കെ, ഇവിടെ നമ്മൾ ഡിഗ്രിയിലും അതുപോലെ തന്നെ നമുക്ക് വളരെ പരിചയമുള്ള കുറേ റിസൾട്ടുകൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. അതിനൊന്നുകൂടെ സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ഉദ്ദേശം കേട്ടോ. ഓക്കെ, സോ ഡെഫിനിഷൻ 5.7 ലോക്കൽ മാക്സിമം ആൻഡ് ലോക്കൽ മിനിമം. സോ ലെറ്റ് എഫ് ബി എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ എ മെട്രിക് സ്പേസ് എക്സ്. Okay, we say that f has a local maximum at a point p in x if there exists a delta greater than 0 such that f of q less than or equal to f of p for every q such that dpq less than delta. Okay, and we say that f has a local minimum at a point p in x if there exists delta greater than 0 such that f of p is less than or equal to f of q for every q such that dpq less than delta. ഓക്കെ, കൺസെപ്റ്റ് വളരെ എളുപ്പമുള്ള കൺസെപ്റ്റാണ്, ബുദ്ധിമുട്ടുള്ളതല്ല. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. ഓക്കെ, സോ ലോക്കൽ നമുക്ക് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്, സപ്പോസ് ഇഫ് എഫ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം ആർ ടു ആർ, ആറിന്ന് ആറിലേക്കുള്ള ഫംഗ്ഷനാണെന്ന് വിചാരിക്കുക. എന്നിട്ട് അങ്ങനെ ഒരു ഫംഗ്ഷൻ്റെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കതിൻ്റെ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം എന്താണെന്ന് നോക്കിയതിന് ശേഷം നമുക്ക് മെട്രിക് സ്പേസ് കൺസെപ്റ്റിലേക്ക് വരാം. സോ സപ്പോസ് യു ഹാവ് യുവർ ആക്സിസ് ഹിയർ, ഒരു ആക്സിസ് വിചാരിക്കൂ. സപ്പോസ് നമുക്ക് ഫംഗ്ഷൻ, സപ്പോസ് വി ഹാവ് എ ഫംഗ്ഷൻ ഹിയർ, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട് വിചാരിക്കുക, സം ഫംഗ്ഷൻ. ഓക്കെ, ഒരു എയിൽ നിന്ന് ബി വരെയുള്ള ഒരു ഇൻ്റർവെലിനകത്ത് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട് വിചാരിക്കുക. അപ്പോൾ നോക്കൂ, നമ്മൾ ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഈ ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം ഈ ഫംഗ്ഷൻ ഏകദേശം ഇതിൻ്റെ എയുടെയും ബിയുടെയും മിഡ് പോയിൻ്റ് ആവും. ഈ വശത്തെത്തുമ്പോഴാണ് ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ അല്ലേ, ഫംഗ്ഷൻ വാല്യൂ ഏറ്റവും കൂടുതൽ വലിയ വാല്യൂ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ വശത്തെത്തുമ്പോഴാണ്. അപ്പോൾ നമ്മൾ പറയുകയാണ് എന്ത്, ഈ പോയിൻ്റ് നമ്മുടെ പി എന്നുള്ള പോയിൻ്റ് കൺസിഡർ ചെയ്യുക. നോക്കൂ, പി എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷൻ മാക്സിമം ലോക്കൽ മാക്സിമം ആണെങ്കിൽ എന്താ വേണ്ടത്, നമുക്ക് ഈ പി എന്ന് പറഞ്ഞ പോയിൻറ്റിൻ്റെ ഒരു ചെറിയ നെയ്ബർഹുഡ് കൺസിഡർ ചെയ്യാൻ പറ്റും. മൊത്തത്തിൽ നമ്മൾ പറയുന്നില്ല, ചെറിയ ഭാഗത്ത്. ഓക്കെ, ചെറിയ ഭാഗത്ത് നിന്ന് പറഞ്ഞേക്കുന്നത് നോക്കാം. നമുക്കൊരു ഡെൽറ്റ നെയ്ബർഹുഡ് കൺസിഡർ ചെയ്യാം പിയുടെ. സോ പി പ്ലസ് ഡെൽറ്റ ആവും ഈ പോയിൻറ്റ്, ഇത് പി മൈനസ് ഡെൽറ്റ ആവും ഈ പോയിൻറ്റ് കേട്ടോ. ഇങ്ങനെ രണ്ട് പോയിൻറ്റുകൾ നമുക്ക് ഡെൽറ്റ നെയ്ബർഹുഡ് ഉണ്ട്. എന്താണ് ഈ നെയ്ബർഹുഡിൻ്റെ പ്രത്യേകത, ഈ കാണുന്ന ഡെൽറ്റ നെയ്ബർഹുഡിൻ്റെ അകത്തുനിന്ന് നിങ്ങൾ എപ്പോഴൊക്കെ പോയിൻറ്റ്സ് എടുത്താലും കണ്ടോ, ഇതിനുള്ളൊരു പോയിൻ്റ് എടുത്തു അതിൻ്റെ ഇമേജ് വന്നാൽ മാക്സിമം ഇവിടെ വരില്ല, നമ്മുടെ പി എന്നുള്ള വാല്യൂവിൻ്റെ താഴെയല്ലേ വരുള്ളൂ അല്ലേ, മനസ്സിലായി കാണും വിചാരിക്കുന്നു. ഇനി നമ്മൾ പിയുടെ റൈറ്റ് സൈഡിൽ നിന്ന് പി പ്ലസ് ഡെൽറ്റ അകത്ത് എടുത്താലും ഇമേജ് ഒരിക്കലും എവിടെ വരില്ല, എഫ് ഓഫ് പി എടുത്താലും വരില്ല. ഓക്കെ, ഇതാണ് നമ്മൾ മാക്സിമം എന്നുള്ള കൺസെപ്റ്റ് പറയുന്നുണ്ടാവുക. ഇതുപോലെ നമ്മൾക്ക് മിനിമം എന്നൊരു കൺസെപ്റ്റ് കൂടി ഉണ്ട്. മിനിമം എന്നുള്ള കൺസെപ്റ്റ് പറയുന്നത് നമ്മളിങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കൂ. അപ്പോൾ സപ്പോസ് അപ്പോൾ ആ കേസിൽ ഇത് ഇൻ്റർവെൽ എ ബി ആണെന്ന് വിചാരിക്കുക. സപ്പോസ് ഈ പോയിൻറ്റ് പി എന്നുള്ള പോയിൻറ്റ് എയുടെയും ബിയുടെയും ഇടയിലുള്ള പോയിൻറ്റ്, ഈ പോയിൻറ്റ് പി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കറിയാം പോയിൻറ്റ് പി, ഈ പോയിൻറ്റ് പിയിലാണ് ഫംഗ്ഷൻ ഏറ്റവും ചെറിയ വാല്യൂ അറ്റൈൻ ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണേ, വി ടേക്ക് നെയ്ബർഹുഡ് ഓഫ് പി സച്ച് ദാറ്റ് എങ്ങനെ ഇപ്പുറത്ത് പി പ്ലസ് ഡെൽറ്റ എടുക്കും. അപ്പോഴും ഡെൽറ്റ നെയ്ബർഹുഡ് വേണം കേട്ടോ. പി മൈനസ് ഡെൽറ്റ എടുക്കും സച്ച് ദാറ്റ് ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് എപ്പോഴൊക്കെ നിങ്ങളൊരു പോയിൻറ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാലും അപ്പോഴൊക്കെ ആ പോയിൻ്റിലെ വാല്യൂ ഒക്കെ എന്താണ്, എഫ് ഓഫ് പിയിലെ വാല്യൂവിനേക്കാളും വലുതായിരിക്കും. അതായത് എഫ് ഓഫ് പി ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഓഫ് ക്യൂ ഫോർ എവറി ക്യൂ കമ്മിങ് ഫ്രം ദിസ് പർട്ടിക്കുലർ നെയ്ബർഹുഡ്. ഇനി ഇത് എന്തുകൊണ്ടാണ് ലോക്കൽ എന്ന് പറയുന്നത് എന്നുള്ളതാണ് അടുത്ത നമ്മുടെ സംശയം. ഇത്തിരിയുള്ളൂ. സപ്പോസ് ഇത് രണ്ടും കൂടി ചേർന്ന് ഞാനൊരു ഫംഗ്ഷൻ ഇങ്ങനെ വരച്ചെടുക്കുകയെന്ന് വിചാരിക്കും. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട് വിചാരിക്കും. ഈ ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആദ്യം പറഞ്ഞത് എന്താ, മാക്സിമമാണ്, ശരിയാണ്. രണ്ടാമത് പറഞ്ഞത് എന്താ, മിനിമമാണ്, ശരിയാണ്. എന്നാൽ ഈ ഫംഗ്ഷൻ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ പോയിൻ്റ് മാത്രമാണോ മാക്സിമം, ഒന്നുകൂടി ഈ ഫംഗ്ഷൻ ഇങ്ങോട്ട് നീക്കുന്നുണ്ട്, ഇങ്ങനെയാണ് വിചാരിക്കും. അപ്പോൾ നമുക്കറിയാം ഇത് എയിലേക്ക് വരുമ്പോൾ എയുടെ അടുത്ത് നിൽക്കുന്ന ഒരു ഫംഗ്ഷൻ പിന്നെയും മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ആദ്യത്തെ കേസിൽ നമ്മൾ പറഞ്ഞ പോയിൻ്റ്, അത് ഈ പോയിൻ്റ് ആ മാക്സിമം എന്ന് പറഞ്ഞിരുന്നത് അല്ലേ. ആ പോയിന്റിൽ മാക്സിമം ഉണ്ട്, പക്ഷേ നീ വിചാരിച്ച ഫംഗ്ഷൻ അതിനേക്കാളും വലിയ വാല്യൂസൊക്കെ അറ്റൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പോയിൻ്റിൽ ലോക്കലി ആണ് മാക്സിമം എന്ന് വിളിക്കാനുള്ളൂ, അല്ലാതെ അത് ഫംഗ്ഷൻ മൊത്തത്തിൽ മാക്സിമം വാല്യൂ അല്ല. അതുപോലെ നമ്മൾ രണ്ടാമതൊരു മിനിമം പറഞ്ഞത് ഇവിടെ മിനിമം ആണ്. ഇപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ കുറച്ചുകൂടെ നമുക്കൊന്ന് താഴേക്ക് വരുന്ന പോലെ ആണെന്ന് വിചാരിക്കുക, ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, കുറച്ചുകൂടെ താഴത്തേക്ക് വരുത്തി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പോയിന്റിൽ പറഞ്ഞു നോക്കുക, ഈ ഏരിയയിൽ ഈ പോയിന്റ് നെഗറ്റീവ് ഏറ്റവും താഴ്ന്ന വാല്യൂ ആണ് ആ ഒരു ചെറിയ ഭാഗത്ത്. ഈ ഏരിയ എന്ന് കരുതിയ ഫംഗ്ഷൻ മൊത്തത്തിൽ നോക്കുമ്പോൾ അതാണ് ഏറ്റവും ചെറുത്, അത് മിനിമമാണ്. അത് ഈ ഒരു ലോക്കൽ ഏരിയയിൽ മിനിമമാണ്, എൻ്റർ ഇൻ്റർവെല്ലിൽ അതല്ല. സപ്പോസ് നമ്മുടെ ഫംഗ്ഷൻ അപ്പോൾ ഇത്രയും വലിയ ഇൻ്റർവെല്ലാണ് ഡിഫൈൻ ചെയ്ത് നമ്മൾ എസ്യൂം ചെയ്യണം കേട്ടോ. അതൊക്കെ ഇവിടെയൊക്കെ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. അപ്പോൾ ഈ ലോക്കൽ ഏരിയയിൽ ഇത് മിനിമമാണ്, പക്ഷെ അതിനേക്കാളും ചെറിയ വാല്യൂ ഫംഗ്ഷൻ അറ്റൈൻ ചെയ്യുന്നുണ്ട്.
അതാണ് നമ്മൾ പറയുന്നത് ലോക്കൽ മിനിമവും ലോക്കൽ മാക്സിമം. ഇപ്പോൾ ഒരു പോയിന്റിൽ ഫംഗ്ഷൻ്റെ വാല്യൂ മാക്സിമം എന്ന് പറഞ്ഞാൽ ആ പോയിൻറ്റിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് പിയുടെ വാല്യൂ എഫ് ഓഫ് പി ആണ് ലോക്കൽ മാക്സിമം എന്ന് പറഞ്ഞാൽ പിയുടെ നെയ്ബർഹുഡ് ഒരു ചെറിയൊരു നെയ്ബർഹുഡ് കൺസിഡർ ചെയ്യുക, അതിൻ്റെ ഇടയിലുള്ള എല്ലാ വാല്യൂവും എന്താവും എഫ് ഓഫ് പിനേക്കാളും ചെറുതാവും. ഇനി പി ഇതുപോലെ തന്നെ വേറൊരു പോയിന്റ് പിയിലാണ് മിനിമം എന്ന് വിളിക്കണം, നമ്മൾ എന്ത് ചെയ്യണം, ആ പോയിന്റ് പിയുടെ ചെറിയ നെയ്ബർഹുഡ് നമുക്ക് കിട്ടണം സച്ച് ദാറ്റ് ആ നെയ്ബർഹുഡിൻ്റെ അകത്തുനിന്ന് ഏത് വാല്യൂ എടുത്താലും അത് എഫ് ഓഫ് പിനേക്കാളും വലുതാവണം. ഈ കേസ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മൾ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം നമ്മൾ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം, മെട്രിക് സ്പേസിൽ നിന്ന് ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ വരയ്ക്കുവാണെങ്കിൽ എങ്ങനെയാണ് ഈ കൺസെപ്റ്റ് വരെ നമുക്ക് നോക്കാം. ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ നമ്മുടെ മെട്രിക്കിൽ നിന്ന് ഒരു മെട്രിക് സ്പേസിൽ നിന്ന് ആറിലോട്ടൊരു ഫംഗ്ഷൻ ഡിഫൈൻഡ് ആകുമ്പോൾ എന്താ വരിക നമുക്ക് നോക്കാം. അപ്പോൾ നോക്കൂ, ഇവിടെ നമുക്കൊരു മെട്രിക് സ്പേസ് ഉണ്ടെന്ന് വിചാരിക്കും. ഇവിടെ നമുക്ക് നമ്മുടെ ആറിലേക്കാണ് പോകണേ. അപ്പോൾ നമുക്കൊരു നമ്മുടെ ഡൊമെയിൻ ഇതാണ്. അപ്പോൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഫ്രം മെട്രിക് സ്പേസിൽ നിന്ന് വരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും ഞാൻ പറയാം. നമുക്ക് നമ്മുടെ ആറുണ്ട്, ഇവിടെ നമുക്ക് നമ്മുടെ റിയൽ വാല്യൂ ഫംഗ്ഷൻ ആറുണ്ട്, നമ്മുടെ മെട്രിക് സ്പേസ് എക്സ് ആണ് വിചാരിക്കുക. ഓക്കെ, ഇത് നമ്മൾ പറയുന്നത് ഈ പോയിന്റിൽ മാക്സിമം മിനിമം ഒക്കെ അറ്റൈൻ ചെയ്യുന്നുള്ള കേസിലാണ് നമ്മൾ പറയാൻ പോണേ. അപ്പോൾ 1 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു മെട്രിക് സ്പേസ് എക്സ് ഉണ്ട്. നമുക്ക് അപ്പുറത്തൊരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ, റിയൽ വാല്യൂ ആകുമ്പോൾ നമുക്ക് ആറും ഉണ്ട്. മെട്രിക് സ്പേസ് എക്സ് ഉണ്ട്, ആദ്യം വരച്ച പോലെ നമ്മുടെ ആറെന്ന് പറഞ്ഞ നമ്മുടെ വാല്യൂസ് ഉണ്ട്. സോ ഇവിടെ നമുക്ക് നമ്മുടെ 0 ഉണ്ട്. ഇങ്ങനെ ഫംഗ്ഷൻ പോയിക്കൊണ്ടിരിക്കണം. ഓക്കെ, ഗ്രാഫിക്കലി കാണിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, എന്നാലും ഞാൻ പറയുവാണ് നമുക്ക് ജസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ഫംഗ്ഷൻ ഇങ്ങോട്ട് വരുന്നത്, ഈ കാണുന്ന ആറിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്ലസ് ഇൻഫിനിറ്റി, ഇത് പോയ മൈനസ് ഇൻഫിനിറ്റി ആണ്. ഓക്കെ ഫൈൻ. ഓക്കെ, ഇത് നമുക്ക് നോക്കുക. സപ്പോസ് ഒരു പോയിന്റ് പി കൺസിഡർ ചെയ്യുക. സപ്പോസ് ഈ ഒരു പോയിന്റ് പി കണ്ടിരിക്കും. സപ്പോസ് പോയിന്റ് പി, ഈ പോയിന്റ് പിയിൽ ഫംഗ്ഷൻ മൊത്തത്തിലല്ല, എക്സിലുള്ള പോയിന്റ് എല്ലായിടത്തും നമുക്ക് എല്ലാ പോയിന്റിലും വാല്യൂസ് ഉണ്ട്. ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക. ഇനി ഈ ഒരു പോയിന്റിൻ്റെ ഒരു നെയ്ബർഹുഡ് ഉണ്ടെന്ന് വിചാരിക്കുക. സച്ച് ദാറ്റ് ഈ നെയ്ബർഹുഡിലുള്ള എല്ലാ പോയിന്റുകളുടെയും വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യാൻ നേരത്ത് പോയിന്റ് പിയിലെ വാല്യൂ റിയൽ കിട്ടുന്ന വാല്യൂ ആണ് വലുത്. അപ്പോൾ ആ നെയ്ബർഹുഡിലുള്ള വരെ ഏതൊരു പോയിന്റ് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാലും ആ പോയിന്റിലെ എല്ലാ വാല്യൂവിനേക്കാളും വലുതാണ് പി എന്നുള്ള പോയിന്റ് വിചാരിക്കും. അതായത് എഫ് ഓഫ് പി ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് ക്യൂ വെനെവർ ഡി ഓഫ് പി ക്യൂ ഇസ് ലെസ് ദാൻ ഡെൽറ്റ. പിയുടെ ഡെൽറ്റ നെയ്ബർഹുഡിനാകുന്ന വേറെ ഏതൊരു പോയിന്റ് ക്യൂ എടുത്തു കഴിഞ്ഞാലും ആ പോയിന്റിലെ വാല്യൂ ഒക്കെ എഫ് ഓഫ് പിനേക്കാൾ എന്തായിരിക്കണം, ചെറുതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും, പോയിന്റ് പി ഇസ് പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമം എന്ന് നമ്മൾ പറയും. സിമിലർലി നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു പോയിന്റ് കൺസിഡർ ചെയ്യാം. സപ്പോസ് നമുക്ക് ഇവിടെ വേറൊരു പോയിന്റ് വിചാരിക്കും. ഓക്കെ, ഈ പോയിന്റ് ഡബ്ല്യു ആണെന്ന് വിചാരിക്കൂ. ഈ പോയിന്റ് ചുറ്റും നമുക്കൊരു നെയ്ബർഹുഡ് ഉണ്ട് സച്ച് ദാറ്റ് ഈ നെയ്ബർഹുഡിൻ്റെ അകത്തുള്ള ഏത് വാല്യൂ എടുത്താലും നമുക്ക് എന്ത് കിട്ടും, കുറേ റിയൽ നമ്പേഴ്സ് കിട്ടും. ആ റിയൽ നമ്പേഴ്സിനൊക്കെ എല്ലാം കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളും താഴെയാണ് ഡബ്ല്യു എന്നുള്ള പോയിന്റിലെ വാല്യൂ എങ്കിൽ, അതായത് if f of w is such that f of w less than or equal to f of q for every q such that d of qw is less than delta എന്ന് പറഞ്ഞാൽ ഈ ഡെൽറ്റ നെയ്ബർഹുഡിൻ്റെ അകത്തുനിന്ന്, ഈ നെയ്ബർഹുഡിൻ്റെ ഡെൽറ്റയാണെന്ന് വിചാരിക്കണേ, ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഏതൊരു പോയിന്റ് എടുത്താലും ആ പോയിന്റിലെ വാല്യൂ എല്ലാം ഡബ്ല്യു എന്നുള്ള പോയിന്റിലെ വാല്യൂനേക്കാളും വലുതാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും, ഡബ്ല്യു ഈസ് എ പോയിന്റ് ഓഫ് ലോക്കൽ മിനിമം എന്ന് പറയും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പറയും, നമുക്ക് എന്ത് വിളിക്കാം, നമുക്ക് നേരത്തെ പറയാം എന്ത്, പി ഈസ് എ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമം എന്ന് പറയും. ഇറ്റ്സ് എ ലോക്കലി ബിഹേവിയറാണ് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമുക്ക് അതിനർത്ഥം ഇവിടെ മാത്രം കേട്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞതനുസരിച്ച് ഇവിടെ മാത്രമേ ബിഹേവിയറും ഗ്യാരണ്ടി പറയുള്ളൂ. സപ്പോസ് ചിലപ്പോൾ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാവാം, ഈ പോയിന്റ് ഒരു പക്ഷേ ഒരു സി ആയിരിക്കാം, സി എന്നുള്ള പോയിന്റിലെ വാല്യൂ എഫ് ഓഫ് പിനേക്കാളും വലുതാവാം. പക്ഷേ ആ ഒരു നെയ്ബർഹുഡിൽ പിയുടെ വാല്യൂ ആണ് വലുത്, ആ ലോക്കലി അതാണ് വലുത്. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. ഇതാണ് നമ്മുടെ കൺസെപ്റ്റ് കേട്ടോ. ഓക്കെ, തിയറം 5.8. Let f be defined on closed interval AB and if f has a local maximum at a point x belong to AB and f dash x exists, then f dash x is equal to 0. ഓക്കെ, എഫ് എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ഫംഗ്ഷൻ ക്ലോസ് ലെവൽ എബിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫംഗ്ഷനാണ്.
ആ ഫംഗ്ഷന് ഒരു പോയിന്റിൽ ലോക്കൽ മാക്സിമം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഇൻ്റർവെല്ലിൻ്റെ അകത്തൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ ഫംഗ്ഷൻ ലോക്കൽ മാക്സിമം ആണെങ്കിൽ അവിടുത്തെ ഡെറിവേറ്റീവ് 0 ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇതാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ ഏകദേശം ഇത് മനസ്സിലാവാൻ നമുക്ക് ഈ ഒരു ഗ്രാഫ് നമുക്ക് ഉപയോഗപ്പെടുത്താം. എന്താ ഉദ്ദേശിക്കണേന്ന് നമുക്ക് മനസ്സിലാവാനായിട്ട്. ഓക്കെ, സോ നോക്കൂ, ഇപ്പോൾ ഈ കേസിൽ പോയിന്റ് പി നോക്കൂ, ഇതാണ് പോയിന്റ് പി. ഈ പോയിന്റ് പി എന്നുള്ളത് എന്താ, ലോക്കൽ മാക്സിമം. കാരണം ഇത് ഒരു ആറിലേക്കുള്ള ഫംഗ്ഷനാണ്. ഈ ഒരു ലോക്കൽ ഏരിയയിൽ ഫംഗ്ഷൻ ഉണ്ടോ, ഇവിടെ മാക്സിമം വാല്യൂ ആണ്, എന്ന് വെച്ചാൽ ഇതിനേക്കാളും വലിയ വാല്യൂ ഇപ്പോൾ അറ്റൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാവും, എവിടെ, അവിടെയും ഇത് ലോക്കലി മാക്സിമം ആണ്. ഇവിടെയും ഒരു പോയിന്റ് ഉണ്ടാവും, അതും ലോക്കൽ മാക്സിമം ആണ്. മനസ്സിലായോ? ഇങ്ങനെ ലോക്കൽ മാക്സിമം ഒത്തിരി ഉണ്ടാവും. അപ്പോൾ ലോക്കൽ മാക്സിമം ഉണ്ടെങ്കിൽ, ലോക്കൽ മാക്സിമങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആ പോയിന്റിലൊക്കെ ഡെറിവേറ്റീവ് 0 ആണെന്ന് പറയാൻ പറ്റും. കാരണം എന്തുകൊണ്ടാണ്, നമ്മൾ ടാൻജൻറ്റ് വരച്ച് ആലോചിച്ച് നോക്കും, ഈ മോളിൽ എങ്ങനെ വരണം, ഷുഡ് ബി ഈ പോയിന്റ്, ഈ ലോക്കൽ മാക്സിമൽ പോയിന്റിൽ ടാൻജൻറ്റ് ഷുഡ് ബി പാരലൽ ടു എക്സ് ആക്സിസ്. എക്സ് ആക്സിന് പാരലായിട്ട് വരണമെങ്കിൽ അതിനർത്ഥം എന്താ, f'(x) 0 ആവണം. കോൺസ്റ്റൻറ്റ് പോലെയല്ലേ വരണേ കേട്ടോ. ഇപ്പോൾ ഈ ഒരു പോയിന്റ് ലോക്കൽ മാക്സിമം ഉണ്ട്, അവിടെയും കിട്ടുന്ന ഇങ്ങനെയല്ലേ വരിക, പാരലൽ ടു എക്സ് ആക്സിസ് അല്ലേ വരുന്നുണ്ടാവും എല്ലാ പോയിന്റിലും. ഇനി മിനിമം എടുത്തോളൂ, അവിടെ എന്തിനേ വരുള്ളൂ, അവിടെയും ഡെറിവേറ്റീവ് എന്തേ വരുള്ളൂ, 0 വരുള്ളൂ. അപ്പോൾ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഡെറിവേറ്റീവ് എന്താ കിട്ടുക, നമുക്ക് 0 ആയിരിക്കണം. അവിടുത്തെ ഗ്രാഫ്, അവിടുത്തെ സ്ലോപ്പ് എപ്പോഴും എങ്ങനെയായിരിക്കും, സ്ലോപ്പ് 0 ആയിരിക്കും. ദ ടാൻജൻറ്റ് വിൽ ബി ഓൾവേസ് പാരലൽ ടു എക്സ് ആക്സിസ്. ഓക്കെ, സോ നമുക്ക് കൺസെപ്റ്റ് ക്ലിയർ ആണ്. നമുക്കതിന് പ്രൂഫ് നോക്കാം. സോ പ്രൂഫ് നോക്കൂ. ചൂസ്, ഇപ്പോൾ ഇവിടെ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് ഇത് ഒരു ഇൻ്റർവൽ ചൂസ് ചെയ്തിട്ട്, അപ്പോൾ എക്സ് എന്നുള്ള പോയിന്റ് ലോക്കൽ മാക്സിമം ആണെന്നാണ് നമ്മൾ വെച്ചേക്കുന്നത്. സോ ചൂസ് ഡെൽറ്റ സച്ച് ദാറ്റ് ഇപ്പോൾ ഇവിടെ ഇൻ്റർവൽ ഇവിടെ എ ബി ആണ്, നമുക്കറിയാം അങ്ങനെ തന്നിരിക്കുന്നത്. എ ബി എന്നുള്ള ഇൻ്റർവൽ ഡിഫൈൻ ചെയ്ത്, സോ എ ഇപ്പുറത്തും ബി അപ്പുറത്തും ഉണ്ട്. എനേക്കാളും വലിയ എക്സ് മൈനസ് ഡെൽറ്റ. ഇപ്പോൾ ഒരു എക്സിൻ്റെ ഒരു ഡെൽറ്റ നെബോർഡ് കൺസിഡർ ചെയ്യുക. എക്സ് സം പോയിന്റ് ബിറ്റ്വീൻ എ ആൻഡ് ബി. ചൂസ് ഡെൽറ്റ സച്ച് എക്സ് മൈനസ് ഡെൽറ്റ എയുടെ റൈറ്റിൽ വരുന്ന എക്സ് പ്ലസ് ഡെൽറ്റ ബിയുടെ ലെഫ്റ്റിൽ വരുന്ന രീതിയിലൊരു ഡെൽറ്റ ചൂസ് ചെയ്യുക. നമുക്ക് ഇങ്ങനെ ഡെൽറ്റ ഉറപ്പായിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇഫ് എക്സ് മൈനസ് ലെസ് ദാൻ ടി ലെസ് ദാൻ എക്സ്. അപ്പോൾ എക്സ് മൈനസ് ഡെൽറ്റേനേക്കാളും അല്ലെങ്കിൽ എക്സ് മൈനസ് ഡെൽറ്റേനേക്കാളും ഡെൽറ്റയുടെയും ടിയുടെയും ഇടയിൽ നിന്ന് എക്സ് മൈനസ് ഡെൽറ്റയ്ക്ക് എക്സിന് ഇടയിൽ നിന്ന് ടി എടുത്തു കഴിഞ്ഞാൽ, ഈ ഇൻ്റർവെല്ലിൽ ഇങ്ങനെ ടി എടുത്തു കഴിഞ്ഞാൽ എന്ത് പറയാൻ പറ്റും, എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് എക്സിൽ ബൈ ടി മൈനസ് എക്സിൽ എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഓക്കെ, കാരണം എന്താ, ന്യൂമറേറ്റർ നോക്കി എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമം ഇപ്പോൾ എഫ് ഓഫ് എക്സ് ആയിരിക്കും വലുത്. അപ്പോൾ എഫ് ഓഫ് ടി എന്നുള്ളത് അതിൻ്റെ ഇടയിൽ ഒരു പോയിൻ്റ് ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് എന്ത് സംഭവിക്കും, ഓട്ടോമാറ്റിക്കലി ഈ ന്യൂമറേറ്റർ എന്താവും, നെഗറ്റീവ് ആകും. എഫ് ഓഫ് എക്സ് എന്നുള്ള പോയിൻ്റാണ് വലിയ വാല്യൂ ആ ഇൻ്റർവെല്ലിൽ. ഓക്കെ, സോ ന്യൂമറേറ്റർ നെഗറ്റീവാണ്. ഡിനോമിനേറ്റർ ടി മൈനസ് എക്സ്, ഡിനോമിനേറ്റർ എന്താ, ടി മൈനസ് എക്സ് ആണ്. അപ്പോൾ കാരണം ടി എന്നുള്ളത് എക്സിൻ്റെ ലെഫ്റ്റ് നല്ല എടുത്തേക്കുന്നത്, അപ്പോൾ ടി മൈനസ് എക്സ് നെഗറ്റീവ് ആവും. അപ്പോൾ എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് എക്സ് നെഗറ്റീവ് ആവും, ടി മൈനസ് എക്സ് നെഗറ്റീവ് ആവും. രണ്ട് സൈഡിലും നെഗറ്റീവ് ആണ്. അതുകൊണ്ട് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ എപ്പോഴും എന്താ വരുള്ളൂ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരാൻ പോസിബിലിറ്റി ഉള്ളൂ. നമ്മൾ എക്സിൻ്റെ ലെഫ്റ്റ് ലിമിറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് എന്നാണ് പറഞ്ഞു വന്നത്. ടി ടെൻഡിങ് ടു എക്സ് ഫ്രം ദി ലെഫ്റ്റ് ഓഫ് എക്സ്. സിമിലർലി റൈറ്റ് സൈഡ് നോക്കുക. സോ ഇക്വേഷൻ നമ്പർ 1 ഫ്ലാഷ് എക്സസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫ്രം ലെഫ്റ്റ് സൈഡ്. ഇനി അപ്പർ സൈഡ് നോക്കി കഴിഞ്ഞാൽ ഇഫ് യു ടേക്കിംഗ് ടി ഫ്രം ദി റൈറ്റ് സൈഡ് ഓഫ് എക്സ് ലെസ് ദാൻ ടി ലെസ് ദാൻ എക്സ് പ്ലസ് ഡെൽറ്റ അങ്ങ് എടുക്കുകയാണെങ്കിലോ അവിടെ എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് എക്സ് ബൈ ടി മൈനസ് എക്സ് എന്താ കിട്ടുക, എഫ് ഓഫ് ടി മൈനസ് അവിടെ എഫ് ഓഫ് എക്സ് തന്നെയാണ് ലോക്കൽ മാക്സിമം. സോ എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് എക്സ് നമ്മൾ ന്യൂമറേറ്റർ എന്താ നെഗറ്റീവ് തന്നെയാണ്, ഒരിക്കലും പോസിറ്റീവ് ആവില്ല. പിന്നെ ടി മൈനസ് എക്സ് ടീനേക്കാൾ വലുതാകുമ്പോൾ ടി മൈനസ് എക്സ് പോസിറ്റീവാണ്. സോ ന്യൂമറേറ്റർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0യും ഡിനോമിനേറ്റർ ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ടോട്ടൽ ആ റേഷ്യോ എന്തായി മാറും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആവും അല്ലേ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആവും. അപ്പോൾ ലിമിറ്റ് ടി ടെൻസ് ടു എക്സ്. ഈ ടി എക്സിലേക്ക് ടെൻഡ് ചെയ്യുന്ന എവിടെ നിന്നാണ്, എക്സിൻ്റെ റൈറ്റ് സൈഡിൽ നിന്നാണ്. ടി ടെൻസ് ടു എക്സ് എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് എക്സ് ബൈ ടി മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താ പറയുക, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഇപ്പോൾ എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റും. സോ നമുക്ക് എന്ത് കിട്ടി, നമുക്ക് രണ്ടെണ്ണം കിട്ടി. എന്ന് ഇക്വേഷൻ നമ്പർ 1 എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരുന്നു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരുന്നു ഇവിടെ. ആൻഡ് ഇക്വേഷൻ നമ്പർ 2 നമുക്ക് ഡാഷ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയി. സോ രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, ഇനിയൊരു കാര്യം കൂടെയുണ്ട്. എക്സിൽ എഫ് ഡാഷ് എക്സിസ്റ്റ് ചെയ്യാൻ തന്നിട്ടുണ്ട് കണ്ടോ, അതുകൊണ്ടാണ് നമ്മൾ എന്ത് എഴുതുന്നത്, നമ്മുടെ ഇവിടെ ലെഫ്റ്റ് ലിമിറ്റ് നോക്കുമ്പോൾ തന്നെ ഇവിടെ എന്താണ് എഴുതുന്നത്, എഫ് ഡാഷ് എക്സ് ആണ് എന്ന് എഴുതുന്നത്. അങ്ങനെ ഒരു സംശയം തോന്നുന്നുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ ഉത്തരം. ഓക്കെ, കാരണം ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്ത്
സെയിം ആകുമ്പോഴാണല്ലോ നമ്മളതിന് എഫ് ഡാഷ് എക്സ് എക്സിസ്റ്റ് എന്ന് പറയാം. സോ അത് എഫ് ഡാഷ് എക്സ് എക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താണ് ലെഫ്റ്റ് ലിമിറ്റ് ഉണ്ടെന്നും റൈറ്റ് ലിമിറ്റ് ഉണ്ടെന്നും ലെഫ്റ്റ് ലിമിറ്റ് കണ്ടാൽ തന്നെ അതെന്താണ് അത് എഫ് ഡാഷ് എക്സ് ആണല്ലോ. അതുകൊണ്ട് നമ്മളിവിടെ എഫ് ഡാഷ് എക്സ് എന്ന് എഴുതുന്നത്. അല്ലെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റ് തന്നെയാണല്ലോ, അപ്പോൾ തന്നെ എഫ് ഡാഷ് എക്സ് എന്തുകൊണ്ട് എഴുതി എന്നൊരു സംശയം വരുവാണെങ്കിൽ ഇതാണ് എൻ്റെ ഉത്തരം കേട്ടോ. ഓക്കെ. Now theorem 5.9 generalized mean value theorem. ഇതും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാറുണ്ട്. ഇത് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് എന്ന് ചോദിക്കാറ്. സോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. സോ ഇഫ് എഫ് ആൻഡ് ജി ആർ കണ്ടിന്യൂസ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ഓൺ ക്ലോസ് ലെവൽ എ ബി വിച്ച് ആർ ഡിഫറൻഷ്യബിൾ ഇൻ ഓപ്പൺ എ ബി. ക്ലോസ് ലെവൽ എ ബിയിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻസ് ആണ് എഫും ജിയും. രണ്ട് ഫംഗ്ഷൻസും ഓപ്പൺ ഇൻ്റർവൽ എ ബിയിൽ എന്താണ് ഡിഫറൻഷ്യബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ തിയറം പറയുന്നത് എന്താ? ദർ എക്സിസ്റ്റ് എ പോയിന്റ് എക്സ് കമ്മിങ് ഫ്രം ദ ഓപ്പൺ ഇൻ്റർവൽ എ ബി അറ്റ് വിച്ച് f of b minus f of a into g dash of x is equal to g of b minus g of a into f dash of x. ഈ ഒരു റിലേഷൻ ഹോൾഡ് ചെയ്യുന്ന ഒരു എക്സ് എക്കും ബിക്കും ഇടയ്ക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് നമ്മുടെ ഈ തിയറം പറയുന്നത്. ഓക്കെ, നോക്കാം. പ്രൂഫ്. സോ ഡിഫൈൻ എച്ച് ഓൺ ക്ലോസ് ലെവൽ എ ബി. ക്ലോസ് ലെവൽ എ ബിയിൽ നമുക്കൊരു ഫംഗ്ഷൻ എച്ച് എന്നുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. ഈ എച്ച് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയായി ഫംഗ്ഷൻ ഓർത്തിരിക്കാൻ വെച്ചാൽ ഈ ഒരു കണ്ടീഷൻ ഓർത്താൽ മതി. ഇവിടെ ഈ ജി ഡാഷ് ഓഫ് എക്സിന് പകരം ജി ഓഫ് ടി എന്നിട്ടാൽ എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക, ലെഫ്റ്റ് സൈഡിൽ നിന്ന് ആർ എച്ച് എസ് എന്ന് എൽ എച്ച് എൽ കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് ഏകദേശം ഫംഗ്ഷൻ എച്ച് ഓഫ് ടി കിട്ടും. നോക്കൂ, എച്ച് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഈ ഒരു റിലേഷൻഷിപ്പ് നോക്കുക. എച്ച് ഓഫ് ടി ഈ കണ്ടീഷൻ തമ്മിൽ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഇൻറ്റു ജി ഓഫ് ടി മൈനസ് ജി ഓഫ് ബി മൈനസ് ജി ഓഫ് എ ഇൻറ്റു എഫ് ഓഫ് ടി. അപ്പോൾ ഈ കാണുന്ന എക്സ്പ്രഷനിൽ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എച്ച് ഡാഷ് ഓഫ് ടി സീറോയ്ക്ക് ഇക്വേറ്റ് ചെയ്താൽ എച്ച് ഡാഷ് ഓഫ് എക്സ് അല്ലേ സീറോയ്ക്ക് ഇക്വേറ്റ് ചെയ്ത് ആ സംഭവം കിട്ടും. ഇത് ഒരു കോമൺ മെത്തഡോളജിയാണ്. ഒരുപാട് പ്രൂഫിൽ നമുക്ക് കാണാൻ പറ്റും. ഒരു കണ്ടീഷൻ പ്രൂവ് ചെയ്യാൻ തരണമെങ്കിൽ ആ കണ്ടീഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, പുതിയൊരു ഫംഗ്ഷൻ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇവിടുത്തെ ഫംഗ്ഷൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്യണം. എഫ് ഓഫ് പി മൈനസ് എഫ് ഓഫ് എ ഇൻറ്റു ജി ഓഫ് ടി മൈനസ് ജി ഓഫ് പി മൈനസ് ജി ഓഫ് എ ഇൻറ്റു എഫ് ഓഫ് ടി എന്നൊരു ഫംഗ്ഷൻ നമ്മൾ എച്ച് ഓഫ് ടി ഡിഫൈൻ ചെയ്തു. ഓട്ടോമാറ്റിക്കലി എഫ് ഓഫ് ബി ജി എഫ് ഓഫ് എ കോൺസ്റ്റൻ്റ് ആണ്, ജി ഓഫ് ബി ജി ഓഫ് എ കോൺസ്റ്റൻ്റ് ആണ്, ജി എന്നുള്ള ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, എഫ് എന്നുള്ള ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ജി ഓഫ് ടി മൈനസ് എഫ് ഓഫ് ടിക്ക് എന്ത് വരും, കണ്ടിന്യൂസ് ആണ്. സോ ഈ പുതിയ എച്ച് എന്നുള്ള ഫംഗ്ഷൻ എന്താ, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. എഫും ജിയും കണ്ടിന്യൂസ് ആയത് കാരണം എച്ചും കണ്ടിന്യൂസ് ആണ്. എവിടെ ക്ലോസ് ലെവൽ എ ബിയിൽ ജിയും എഫും ഡിഫറൻഷ്യബിൾ ആണ് ഓപ്പൺ എ ബിയിൽ, അതുകൊണ്ട് എച്ചും എന്താണ്, ഡിഫറൻഷ്യബിൾ ആണ്. എന്താണ് എച്ച് ഡാഷ് എഫ് എക്സ് എന്ന് പറഞ്ഞാൽ? എച്ച് ഡാഷ് ഓഫ് എക്സ് ആണ് എഫ് ഓഫ് ഇ മൈനസ് എഫ് ഓഫ് ഇ കോൺസ്റ്റൻ്റ് ആണ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് ഇ മൈനസ് ജി ഓഫ് ഇൻ എഫ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ്. സാധാരണ ഡെറിവേറ്റീവ് എടുത്തു. ഓക്കെ, ഇനി എന്താണ് എച്ച് ഓഫ് എ നോക്കൂ. ഇതാണ് എച്ച് ഓഫ് ടി. എച്ച് ഓഫ് ടി നമുക്കറിയാം. നമുക്ക് വേണ്ടത് എയിലും ബിയിലും വാല്യൂ അറിയണം. അപ്പോൾ എച്ച് ഓഫ് എ നോക്കണം കേട്ടോ. സോ വാട്ട് ഇസ് എച്ച് ഓഫ് എ? എഫ് ഓഫ് പി മൈനസ് എഫ് ഓഫ് എ ഇൻറ്റു ജി ഓഫ് എ മൈനസ് ജി ഓഫ് പി മൈനസ് ജി ഓഫ് എ ഇൻറ്റു എഫ് ഓഫ്. ഇതാണ് എച്ച് ഓഫ് എ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, സിംപ്ലിഫൈ ചെയ്യുക, ഒരു ഒന്നിനും ടേം ക്യാൻസലായി പോവും. സോ നമുക്ക് എന്ത് കിട്ടും, ജി ഓഫ് എ എഫ് ഓഫ് എ എന്നുള്ള ടേം അവിടെ ക്യാൻസലായി പോകാനായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ വിൽ ഗെറ്റ് എച്ച് ഓഫ് എ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി ഇൻറ്റു ജി ഓഫ് എ മൈനസ് ജി ഓഫ് ബി ഇൻറ്റു എഫ് ഓഫ് എ, അങ്ങനെ കിട്ടും. അതാണ് എച്ച് ഓഫ് എ. സിമിലർലി എച്ച് ഓഫ് ബി നോക്കുക, അത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എഫ് ഓഫ് ബി ഇൻറ്റു ജി ഓഫ് എ മൈനസ് ജി ഓഫ് ബി ഇൻറ്റു എഫ് ഓഫ് എ എന്ന് കിട്ടും. സോ വി വിൽ ഗെറ്റ് എച്ച് ഓഫ് എ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എ. അതായത് എച്ച് എന്നുള്ള ഫംഗ്ഷൻ, it was a continuous function defined from closed interval AB. It was differentiable in the open interval AB. Also we got h of a is equal to h of b. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? നമുക്ക് ഇത് റഫായിട്ട് വരച്ച് നോക്കാം. എച്ച് എന്നുള്ള ഫംഗ്ഷൻ എങ്ങനെയാണ്? ഒരു ഇൻ്റർവൽ എ ഉണ്ട്, ബിയിലുണ്ട്. എച്ച് എന്നുള്ള ഫംഗ്ഷൻ എയിലെ വാല്യൂ ഇതാണെന്ന് വിചാരിക്കുക. അതേ വാല്യൂ തന്നെ നമുക്ക് എവിടെ വേണം, ബിയിലും അറ്റൈൻ ചെയ്യണം. ഇനി കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് എന്ന് പറഞ്ഞാൽ ഇനി എച്ചിന് എങ്ങനെയൊക്കെ പോകാൻ പറ്റും? ഇനി എയുടെ അപ്പുറത്ത് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ ഈ എച്ച് ഓഫ് എനേക്കാളും മുകളിലേക്കാണ് പോകുന്നത് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് ഈ ഫംഗ്ഷൻ ഒരു തവണ മുകളിലേക്ക് പോകുന്ന അർത്ഥം. കാരണം കണ്ടിന്യൂസ് ആയിട്ട് പോകണമല്ലോ. ഇങ്ങനെ പോയാൽ ഉറപ്പായിട്ട് ഒരു തവണയെങ്കിലും എന്ത് ചെയ്യേണ്ടി വരും, താഴത്തേക്ക് വരേണ്ടി വരും. കാരണം എഫ് ബി എന്നുള്ള പോയിന്റ് സെയിം വാല്യൂ എത്തണ്ടേ. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എയുടെയും ബിയുടെ ഇടയ്ക്ക് നമുക്കൊരു എക്സ് എന്നുള്ള പോയിന്റ്, അവിടെ എച്ച് ഡാഷ് എഫ് എക്സ് എന്ത് കിട്ടും, എച്ച് ഓഫ് എക്സിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ആ പോയിന്റിൽ എച്ച് ഡാഷ് എഫ് എക്സ്, എച്ചിൻ്റെ ഡെറിവേറ്റീവ് എന്താവും, 0 ആവും. ഇത് ഒരു പോസിബിലിറ്റി. കാരണം രണ്ട് പോയിന്റിൽ സെയിം വാല്യൂ കിട്ടുന്നു, എയിലും ബിയിലും സെയിം വാല്യൂ കിട്ടുന്നു, എച്ച് കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിളൊക്കെ ഇങ്ങനെ വരാം. അല്ലെങ്കിൽ ഇനി സംഭവിക്കാൻ പോണത് എന്താ, ഇപ്പോൾ എയിലുള്ള പോയിന്റിലും ബി എന്നുള്ള പോയിന്റിലും സെയിം വാല്യൂ കിട്ടി. ഇനി ഫംഗ്ഷൻ ഒരു പക്ഷേ നോക്കി, ഈ ഫംഗ്ഷൻ ഒരു പക്ഷേ ഇങ്ങനെ വരാം. അതായത് ഏതെങ്കിലും ഒരു പോയിന്റിൽ, എക്ക് ശേഷമുള്ളൊരു പോയിന്റിൽ എച്ച് എന്നുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ എച്ച് ഓഫ് എക്കാളും താഴത്തേക്ക് വരുവാണെങ്കിൽ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരണം. അങ്ങനെ വന്നാൽ ഉറപ്പായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് മുകളിൽ കയറി പോകേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത്, എയുടെയും ബിയുടെയൊക്കെ ഒരു എക്സ് കിട്ടും. അവിടുത്തെ ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ ഇവിടുത്തെ സ്ലോപ്പ് എന്ത് കിട്ടും നമുക്ക്, സ്ലോപ്പ് ആ ടാൻജൻ്റ് എക്സിന് പാരലൽ ആ പോയിന്റ് നമ്മുടെ ഡെറിവേറ്റീവ് എന്ത് കിട്ടും, സ്ലോപ്പ് നമുക്ക് എന്ത് കിട്ടും, 0 എന്ന് കിട്ടും.
ഓക്കെ, അതാണ് നമ്മുടെ ഒരു പോസിബിലിറ്റി. ഈ രണ്ടും അല്ലാത്തൊരു കേസ് എന്ന് പറഞ്ഞാൽ ഇനി സംഭവിക്കാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് പോയിന്റിൽ എയിലും ബിയിലും വാല്യൂസ് ഉണ്ട്. പക്ഷേ ഇനി കോൺസ്റ്റൻ്റ് ആയിട്ടും വരാം, ത്രൂ ഔട്ട് എല്ലായിടത്തും ഒരേ വാല്യൂ. അപ്പോഴും എന്താണ്, ഏത് പോയിന്റ് എടുത്താൽ എല്ലാ പോയിന്റിലും ഡെറിവേറ്റീവ് എന്താ, 0 ആണ്. സോ ഇൻ എനി കേസ് ഉറപ്പായിട്ട് എന്ത് പറയാൻ പറ്റും, ഒരു പോയിന്റെങ്കിലും ഉണ്ടാവും എയ്ക്കും ബിക്കും ഇടയ്ക്ക് എച്ചിൻ്റെ ഡെറിവേറ്റീവ് 0 ആവുന്നത്. ഓക്കെ, so to prove the required result, we have to prove that h dash of x is equal to 0 for some x belong to b. h dash of x 0 എന്ന് പ്രൂവ് ചെയ്താൽ മതി for some x belong to b. If f of a, h of a is equal to h of b is equal to h of x, h of a, h of b, h of x ത്രൂ ഔട്ട് ദ ഇൻ്റർവൽ എല്ലാം സെയിം ആണ് വിചാരിക്കുക. h എന്നുള്ള ഫംഗ്ഷൻ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ, നമ്മൾ അവസാനം പറഞ്ഞ കണ്ടീഷൻ കേട്ടോ. കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ പോലെ h of x ഒരു എല്ലാ പോയിന്റും ഒരുപോലെ വിചാരിക്കും ഫോർ എവറി എക്സ് കമ്മിങ് ഫ്രം ക്ലോസ് ഇൻ്റർവൽ എ ബി, ഓപ്പൺ ഇൻ്റർവൽ എ ബി. ഓപ്പൺ ഇൻ്റർവൽ എ ബി സെയിം ആയി കഴിഞ്ഞാൽ എച്ച് ഓഫ് ബി ഒക്കെ സെയിം ആണ്. അപ്പോൾ ക്ലോസ് ഇൻ്റർവൽ എ ബി ആയല്ലോ. അങ്ങനെയാണെങ്കിൽ എല്ലാ പോയിന്റിലും അത് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ, ബിക്കോസ് h dash of x is equal to 0 കിട്ടും അല്ലേ. then h dash of x is equal to 0, അതർവൈസ് ഓക്കെ. അപ്പോൾ ഉറപ്പായിട്ട് 0 മനസ്സിലായില്ല, കോൺസ്റ്റൻറ്റ് ഉറപ്പായിട്ട് 0. ഇനി അല്ല, സപ്പോസ് ദാറ്റ് വി ഹാവ് പോയിന്റ് ടി ബിലോങ് ടു ബി സച്ച് എച്ച് ഓഫ് ടി ഇസ് ഗ്രേറ്റർ ദാൻ എച്ച് ഓഫ് എ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പോയിന്റ് ഉണ്ട് വിചാരിക്കൂ. എങ്ങനെ, ഇത് നമ്മുടെ എച്ച് ഓഫ് എ, ഇത് തന്നെ എച്ച് ഓഫ് ബി. ഇവിടെ ടി കിട്ടുന്നുണ്ട്, എന്ത്, എച്ച് ഓഫ് ടി എച്ച് ഓഫ് എക്കാൻ വലുതാണ്. അപ്പോൾ ഇവിടെ എ, ഇവിടെ ബി. എച്ച് ഓഫ് ടി എന്നുള്ളത് കുറച്ച് വലിയ പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് ഫംഗ്ഷൻ ഇങ്ങനെ പോകണം, കാരണം കണ്ടിന്യൂറ്റി പോകാൻ പറ്റില്ല. എയിലും ബിയിലും വാല്യൂ സെയിം ആണ്, ഒന്നും മുകളിലേക്ക് പൊങ്ങണമുണ്ട്. ഓക്കെ, അങ്ങനെ ഉറപ്പായിട്ട് ടി ഉണ്ടെങ്കിൽ, സിൻസ് എച്ച് ഇസ് കണ്ടിന്യൂസ് ഇൻ ക്ലോസ് ഇൻ്റർവൽ എ ബി ആൻഡ് എച്ച് ഓഫ് എ ഗ്രേറ്റർ എച്ച് ഓഫ് ബി ആൻഡ് എച്ച് ഓഫ് ടി ഗ്രേറ്റർ ദാൻ എച്ച് ഓഫ് എ, ദെൻ ദർ എക്സിസ്റ്റ് സം എക്സ് ബിലോങ് ടു എ ബി. അപ്പോൾ ഉറപ്പായിട്ട് മുകളിലേക്ക് പോയി വരുമ്പോൾ ഉറപ്പായിട്ട് എയ്ക്കും ബിക്ക് ഇടയ്ക്ക് എന്ത് കിട്ടും, ഒരു പോയിന്റ് കിട്ടും. അവിടെ ഡെറിവേറ്റീവ് എന്ത് കിട്ടും നമുക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞതേ കാര്യം തന്നെ കേട്ടോ. ഇങ്ങനത്തെ പോയിന്റ് 0 കിട്ടും. then there is some x belong to b and h of x is the maximum. ആ പോയിന്റിൽ x മാക്സിമം ആണ്. സോ മുൻപത്തെ തിയറി അനുസരിച്ച് ആ പോയിന്റിലെ ഡെറിവേറ്റീവ് എന്താവും, h dash of x എന്താവും, 0 ആവും. ഓക്കെ, അപ്പോൾ h dash of x 0 എന്ന് പറഞ്ഞാൽ എന്താണ്, എഫ് ഓഫ് പി മൈനസ് എഫ് ഓഫ് എ ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് പി മൈനസ് ജി ഓഫ് എൻ്റെ എഫ് ഡാഷ് ഓഫ് എക്സ് ആണ് 0 ആവണേ. ദർഫോർ ഇക്വേറ്റ് ചെയ്യാം അല്ലേ, ഒരു മൈനസ് ടേം ഉള്ള കാരണം രണ്ടും ഒരു ടേം അങ്ങോട്ട് കൊണ്ടുപോകും. ദർഫോർ എഫ് ഓഫ് പി മൈനസ് എഫ് ഓഫ് എൻ്റെ ജി ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് പി മൈനസ് ജി ഓഫ് എൻ്റെ എഫ് ഡാഷ് ഓഫ് എക്സ് ഫോർ സം എക്സ് കമ്മിങ് ഫ്രം ഓപ്പൺ ഡോൽ എ ബി. ഇനി അല്ല, നേരെ തിരിച്ച്, ഇപ്പോൾ എച്ച് ഓഫ് എനേക്കാളും ചെറിയ വാല്യൂ ആണ് എച്ച് ഓഫ് ടി വിചാരിക്കൂ, ടി കമ്മിങ് ഫ്രം എ ബി. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കേസ് തന്നെ. അതായത് നമ്മുടെ ഇതാണ് നമ്മുടെ എ, ഇത് ബി, ഇതാണ് എച്ച് ഓഫ് എ, ഇതാണ് എച്ച് ഓഫ് ബി. സപ്പോസ് ടി എ മുതൽ ബി വരെയുള്ള ഏതെങ്കിലും ടിക്ക് വാല്യൂ താഴെയാണ് വിചാരിക്കൂ, അപ്പോഴും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരണമല്ലോ. അപ്പോൾ ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു മിനിമം കിട്ടും. ആ പോയിന്റ് ഡെറിവേറ്റീവ് എന്ത് കിട്ടും, 0 കിട്ടും. നേരത്തെ നമുക്ക് ഇവിടെ ഇങ്ങനെ പോയിരുന്നു, ഡെറിവേറ്റീവ് 0 കിട്ടിയായിരുന്നു. ഇങ്ങനെയാണ് ഡെറിവേറ്റീവ് 0 കിട്ടും, അത്രയേ ഉള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം. So if h of t less than h of a for some t coming from open to ab, then there exists some point x belong to open ab such that h of x is the minimum. Again ഒരു ഡയഗ്രാം നമുക്ക് ഇവിടെ കാണാം. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന h of x എന്നുള്ള പോയിന്റ്. താഴത്ത് കൂടെ വന്ന് മുകളിലേക്ക് കയറണം, കാരണം മുകളിലേക്ക് കയറാതിരിക്കാൻ പറ്റില്ല, കാരണം എയിലും ബിയിലും സെയിം വാല്യൂ അല്ലേ വരേണ്ട. ഫംഗ്ഷൻ ആണെങ്കിൽ കണ്ടിന്യൂസ് ആണ് താൻ. ഇത് h of x മിനിമം ആണ്. ആൻഡ് ഫോർ മിനിമം h dash of x എന്താണ്, h dash of x അവിടെ 0 ആണ്. Therefore നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ h of x 0 ആണെങ്കിൽ again by this condition, okay, again by this we will get the required result. So this is the generalized mean value theorem. Okay, അടുത്തത് മീൻ വാല്യൂ തിയറം. നമ്മൾ സാധാരണ കാണാറുള്ള മീൻ വാല്യൂ തിയറം നോക്കാം. സോ ഇഫ് എഫ് ഇസ് എ റിയൽ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ ക്ലോസ് ലെവൽ എ ബി വിച്ച് ഇസ് ഡിഫറൻഷ്യബിൾ ഇൻ ഓപ്പൺ എ ബി, then there is a point x coming from open AB at which f of b minus f of a by b minus a equal to f dash of x. If ഒരു റിയൽ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് വിചാരിക്കുക ക്ലോസ് ലെവൽ എ ബിയിൽ, അത് ഓപ്പൺ എ ബിയിൽ ഡിഫറൻഷ്യബിൾ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താ പറയണേ, വി ഹാവ് എ പോയിന്റ് എക്സ് ബിലോങ് ടു എ ബി സെറ്റ് വിച്ച് എഫ് ഓഫ് പി മൈനസ് എഫ് ഓഫ് എ സിക്കിൾ എന്താണ്, എഫ് ഡാഷ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് പി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എന്താണെന്ന് പറയുന്നത്, എഫ് ഡാഷ് ഓഫ് എക്സ് ആണെന്ന് പറയുന്നത്. ഓക്കെ, നമുക്കതിൻ്റെ അതെന്താ സംഭവം എന്നുള്ളത് നമ്മൾ അന്ന് ക്ലാസ് ഇപ്പോൾ പറഞ്ഞായിരുന്നു, ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. സപ്പോസ് നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ടെന്ന് വിചാരിക്കൂ. സപ്പോസ് നമുക്ക് എ എന്നുള്ള പോയിന്റ് ഇവിടെയാണ്, ബി എന്നുള്ള പോയിന്റ് ഇവിടെയാണ്. സപ്പോസ് നമ്മുടെ ഗ്രാഫ് ഇങ്ങനെ പോകുന്നൊരു ഗ്രാഫാണെന്ന് വിചാരിക്കുക. ഇങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മുടെ എ എഫ് ഓഫ് എ അല്ലേ, ഇതാണ് എ എഫ് ഓഫ് എ. സിമിലർലി ഇതാണ് നമ്മുടെ ഈ പോയിന്റ് ആയിരിക്കും നമ്മുടെ എന്ത്, ബി കോമ എഫ് ഓഫ് ബി എന്നുള്ള പോയിന്റ്. ഓക്കെ, നമുക്ക് വേണ്ടത് എന്താ, ഇതിനെ എന്താണ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അർത്ഥമാക്കണേ. അതെന്ന് പറഞ്ഞാൽ എ എഫ് ഓഫ് എയും ബി എഫ് ഓഫ് ബിയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ സ്ലോപ്പാണ് എന്ത്,
എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ. മനസ്സിലായല്ലോ? എ എഫ് ഓഫ് എയും ബി എഫ് ഓഫ് ബിയും തമ്മിൽ രണ്ട് പോയിൻറ്റിനെയും ജോയിൻ ചെയ്യുന്ന സ്ട്രേറ്റ് ലൈൻ്റെ സ്ലോപ്പാണ് LHS കാണുന്ന എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ. ഒരു പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മൾ ഈ കാണുന്ന ഈ ഒരു നമ്മുടെ സ്ലോപ്പിനെ നമ്മളിങ്ങനെ താഴേക്ക് നമുക്ക് ഒന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും നോക്കി. ഈ കാണുന്ന സ്ലോപ്പിനെ പതുക്കെ മൂവ് ചെയ്യും. അപ്പം ഇങ്ങനെ പാരലായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരുന്നാൽ നോക്കൂ, അൾട്ടിമേറ്റ്ലി ഇത് ഒരു പോയിൻറ്റിലൂടെ മാത്രം ടച്ചിൽ പോകണം കാണാൻ പറ്റും. ഈ ഒരു പോയിന്റിൽ അത് നേരത്തെ കണ്ട അതേ സ്ലോപ്പുള്ള ഒരു ടാൻജൻറ്റ് നമുക്ക് ടാൻജൻറ്റ് ലൈൻ നമുക്കൊരു പോയിന്റിൽ കിട്ടും എന്നാണ് പറയണേ. എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ എന്ന് പറയുന്ന അതേ സ്ലോപ്പുള്ള ടാൻജൻറ്റ് ലൈൻ നമുക്ക് ഒരു പോയിൻ്റ് എക്സിൽ കിട്ടും. ഒരു എക്സ് ഇസ് സം പോയിൻ്റ് ലൈൻ ബിറ്റ്വീൻ എ ആൻഡ് ബി. ഞാൻ വരച്ചതിൽ കുറച്ച് അപാധകളുണ്ട്, എന്നാലും നോക്കാം. ഇതാണ് നമ്മൾ പറയുന്നുള്ളൂ. അത് നമുക്ക് മനസ്സിലാവുന്നത് ആദ്യം വരച്ച എ എഫ് ഓഫ് എ ബി എഫ് ഓഫ് ബി ജോയിൻ ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ പതുക്കെ താഴേക്ക് പാരലായിട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടുവന്നാൽ അതിങ്ങനെ പതുക്കെ എന്താവും, ഒരു പോയിന്റിൽ മാത്രം ടച്ച് ചെയ്യുന്ന ഒരു ലൈനായിട്ട് മാറും. അതാണ് അവിടുത്തെ പോയിന്റ്. ഓക്കെ, അതാണ് ജോമെട്രിക്കലി നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, സോ ബൈ ദ ജനറലൈസ് മീൻ വാല്യൂ തിയറം സ്റ്റേറ്റ്മെൻറ്റ് അവിടെ എഴുതണം, പ്രൂഫ് എഴുതണം. അതിന് ശേഷം വേണം ഇത് ചെയ്യാനായിട്ട്. വി ഹാവ് എഫ് ഓഫ് പി മൈനസ് എഫ് ഓഫ് എ ജി ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് പി മൈനസ് ജി ഓഫ് എ എഫ് ഡാഷ് ഓഫ് എക്സ്. ഇതിൽ നിങ്ങൾ പുട്ട് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. ജി ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ എക്സ് ആക്കിയിട്ട് ഇടുക എന്നുള്ളത് മാത്രമേ ചെയ്യേണ്ട കാര്യമുള്ളൂ. കാരണം ജി എന്നുള്ള ഫംഗ്ഷൻ ഹോൾഡ് ചെയ്യുന്ന എല്ലാ കണ്ടീഷൻസും എക്സ് എന്നുള്ള ഫംഗ്ഷൻ ജി ഓഫ് എക്സ് ഇക്വൽ എക്സ് കൊടുത്താൽ അത് കണ്ടീഷൻ ഹോൾഡ് ചെയ്യും. അത് ഡിഫറൻഷ്യബിൾ ആണ്, കണ്ടിന്യൂസ് ആണ്, എല്ലാ കാര്യം ചെയ്യും. സോ ജി ഓഫ് എക്സ് ഇക്വൽ എക്സ് ആണ്, ജി ഡാഷ് ഓഫ് എക്സ് എന്തോരും 1 വരും. ഓക്കെ, ദഫോ ജി ഓഫ് എ എന്താവും എ ആവും, ജി ഓഫ് ബി എന്താവും ബി ആവും. സോ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്. ദഫോ ഇക്വേഷൻ 1 becomes എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഇൻറ്റു 1 is equal to ബി മൈനസ് എ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ്. ദഫോ വി ഗെറ്റ് എഫ് ഡാഷ് ഓഫ് എക്സ് is equal to എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഇൻറ്റു ബി മൈനസ് എ. ഇനി എവിടെയാണ് ഇത് ഫെയിലിയർ ആവുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്ന റിസൾട്ട്. നമ്മൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ്റെ കേസിൽ ഇത് ഫെയിലിയർ അല്ല, ട്രൂ ആണ്. പക്ഷേ നമ്മൾ കോംപ്ലക്സ് വാല്യൂ ഫംഗ്ഷൻസിൽ ഇത് ട്രൂ ആവില്ല എന്നുള്ളതിന് എക്സാമ്പിളാണ് അവർ ഇവിടെ മുകളിൽ കൊടുത്തിരിക്കുന്നത്. സോ മീൻ വാല്യൂ തിയറം ഫെയിൽസ് ടു ഹോൾഡ് ഇൻ ദി കേസ് ഓഫ് കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻസ്. കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്, അതിൻ്റെ റേഞ്ച് എന്താണ്, കോംപ്ലക്സ് നമ്പേഴ്സാണ്. അപ്പോൾ കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻസിൽ ഇത് ട്രൂ ആവുന്ന നിർബന്ധമില്ല. എക്സാമ്പിൾ നോക്കൂ. ലെറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ഐ എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സ്. നമ്മുടെ സാധാരണ എന്താണ് ഇ റേസ് ടു ഐ തീറ്റ, എന്താ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. പണ്ട് നിങ്ങൾ പഠിച്ച കാര്യം ഓർക്കുക. ഇ റേസ് ടു ഐ എക്സിൻ്റെ എക്സ്പാൻഷൻ എന്താണ്, കോസ് എക്സ് പ്ലസ് ഐ സൈൻ എക്സ് ആയിരിക്കും അവിടെ. തീറ്റ ആകുമ്പോൾ ഇവിടെ എക്സ് മാത്രമല്ല. സോ കോസ് എക്സ് പ്ലസ് ഐ സൈൻ എക്സ് ആണ് നമ്മുടെ ഫംഗ്ഷൻ കേട്ടോ. ഓക്കെ, സോ എഫ് ഓഫ് എക്സ് ഇ റേസ് ടു എക്സ് വിചാരിക്കുക. എന്താണ് കൺസിഡർ ദ ഇൻ്റർവൽ 0 to 2π. സോ 0 to 2π എന്നാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണത്. സോ ഇതൊരു ഇതിൻ്റെ ഡൊമൈൻ റിയൽ നമ്പറിൽ അല്ലെങ്കിൽ റിയൽ നമ്പർ ലൈനിൽ 0 to 2π എന്നുള്ള ഇൻ്റർവലാണ്. റേഞ്ച് എന്താണ്, ഇ റേസ് ടു എക്സ് വെച്ചാൽ കോസ് എക്സ് പ്ലസ് ഐ സൈൻ എക്സ്. സോ അതൊരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കും ഫോർ എവറി എക്സ് കമ്മിങ് ഫ്രം 0 to 2π. സോ ക്ലിയർലി എഫ് ഇസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഓക്കെ, ബിക്കോസ് കോസ് തീറ്റയും സൈൻ തീറ്റയ്ക്ക് ഇൻവോൾവ് ആയത് കാരണം രണ്ട് കമ്പോണൻറ്റും കണ്ടിന്യൂസ് ആകുമ്പോൾ ഫംഗ്ഷൻ എന്താണ്, കണ്ടിന്യൂസ് ആണ്. ഓൺ ക്ലോസ് ടു 2π ഡിഫറൻഷ്യബിളും ആണ്. കാരണം കോസ് തീറ്റയും സൈൻ തീറ്റയും രണ്ടും എന്താണ്, കോസ് എക്സ് ഫംഗ്ഷനും സൈൻ എക്സ് ഫംഗ്ഷൻ രണ്ടും ഡിഫറൻഷ്യബിൾ ആണ്. രണ്ട് കമ്പോണൻറ്റും ഡിഫറൻഷ്യബിൾ ആയത് കാരണം ഫംഗ്ഷൻ എന്താണ്, ഡിഫറൻഷ്യബിൾ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് 2π മൈനസ് എഫ് ഓഫ് 0 ബൈ 2π മൈനസ് 0 എന്താ നോക്കൂ. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ഐ 2π മൈനസ് ഇ റേസ് ടു ഐ 0 ഡിവൈഡ് ബൈ 2π മൈനസ് 0. ഇ റേസ് ടു ഐ 2π എന്താ, കോസ് 2π പ്ലസ് ഐ സൈൻ 2π. കോസ് 2π എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, ഐ സൈൻ 2π 0 ആണ്. അപ്പോൾ ഇ റേസ് ടു ഐ 2π എന്ന് പറഞ്ഞാൽ 1 കിട്ടി. ഇ റേസ് ടു ഐ 0 എന്താ, കോസ് 0 പ്ലസ് ഐ സൈൻ 0 അതും 1 തന്നെയാണ്. സോ 1 മൈനസ് 1 ബൈ 2π ദാറ്റ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. സോ നമ്മൾ ഈ ഒരു ഭാഗം ദിസ് ഇസ് ഓക്കെ. എഫ് ഓഫ് 2π മൈനസ് എഫ് ഓഫ് 0 ബൈ 2π മൈനസ് 0 ഈക്വൽ ടു 0 നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വേണം, 0യ്ക്ക് നമ്മുടെ തീരം അനുസരിച്ച് 0യുടെയും 2πയുടെയും ഇടയിൽ നമുക്കൊരു പോയിന്റ് വേണം. ആ പോയിന്റിലെ ഡെറിവേറ്റീവ് എന്ത് കിട്ടണം, നമുക്ക് 0 കിട്ടണം. അതുകൊണ്ട് നമ്മുടെ മീൻ വാല്യൂ തീരം പറഞ്ഞിരുന്നത് 0നും 2πയ്ക്ക് ഇടയ്ക്ക് എക്സ് ഉണ്ടാവണം. എഫ് ഡാഷ് എക്സ് എന്ത് കിട്ടണം, നമുക്ക് 0 കിട്ടണം. ഓക്കെ, പക്ഷെ എന്താണ് എഫ് ഡാഷ് എക്സ് നോക്കുക. എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ഇ റേസ് ടു ഐ എക്സ് അല്ലേ. നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ, എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ഇ റേസ് ടു ഐ എക്സ് ആണ്. സോ മോഡ് ഓഫ് എഫ് ഡാഷ് ഐ ഇ റേസ് ടു ഐ എക്സ് എന്താ നോക്കുക. എന്താ മോഡ് ഓഫ് എന്താണ് മോഡ് ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ, മോഡ് ഓഫ് എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ മോഡ് ഓഫ് ഐ ഇ റേസ് ടു ഐ എക്സ് ആണ്. അതായത് ഇത് 1 കിട്ടും അല്ലേ, ഇത് 1 മനസ്സിലാവും. അപ്പോൾ എഫ് ഡാഷ് എക്സ് എന്ത് കിട്ടി നമുക്ക്, കാരണം ഏതൊരു പോയിന്റ് എടുത്താലും എല്ലാ പോയിന്റിലെയും ഏത് എക്സ് എടുത്താലും എല്ലാ പോയിന്റ് എക്സിലെയും
മോഡ് വാല്യൂ 1 എന്ന് പറഞ്ഞാൽ ആ വാല്യൂ കിടക്കുന്നതൊക്കെ എവിടെയാണ്? നമ്മുടെ യൂണിറ്റ് സർക്കിളിലാണ് അല്ല, യൂണിറ്റ് സർക്കിളിലേക്കുള്ള ഫംഗ്ഷനാണത്. സോ എഫ് ഡാഷ് എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു 0 ഫോർ എനി എക്സ് കമ്മിങ് ഫ്രം 0 to 2π. ഒരു പോയിന്റിൽ പോലും എഫ് ഡാഷ് എക്സ് 0 ആണെങ്കിൽ മോഡ്ലെസ് വാല്യൂ 0 ആവണം. ഇവിടെ എഫ് ഡാഷ് എക്സിൻ്റെ മോഡ്ലെസ് 1 എന്ന് ഞാൻ അർത്ഥം എന്താ? എല്ലാ എഫ് ഡാഷ് എക്സും കിടക്കുന്ന എവിടെ? നമ്മുടെ യൂണിറ്റ് സർക്കിളിൻ്റെ അകത്താണ്. അപ്പോൾ ഒരു പോയിന്റിൽ പോലും എഫ് ഡാഷ് എക്സ് എവിടെ എന്താവില്ല? 0 ആവില്ല. 0 2 അടുത്ത് ഒരു പോയിന്റിലും 0 ആവില്ല. അതുകൊണ്ട് നമ്മുടെ മെയിൻ വാല്യൂ തിയറം അത് ഹോൾഡ് ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ മെയിൻ വാല്യൂ തിയറം ഡസ് നോട്ട് ഹോൾഡ്. ഇനി 5.12 നോക്കൂ. തിയറം 5.12 നോക്കൂ. സപ്പോസ് എഫ് ഇസ് എ റിയൽ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓൺ ക്ലോസ് ഇൻ്റർവൽ എ ബി. ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആയിരിക്കുക ക്ലോസ് ഇൻ്റർവൽ എ ബിയിൽ. ആൻഡ് സപ്പോസ് ദാറ്റ് എഫ് ഡാഷ് ഓഫ് എ ലെസ് ദാൻ ലാംഡ ലെസ് ദാൻ എഫ് ഡാഷ് ഓഫ് ബി. ഓക്കെ, സോ എഫ് ഡാഷ് ഓഫ് എക്കും എഫ് ഡാഷ് ഓഫ് ബിയുടെ ഇടയിലൊരു വാല്യൂ ആണ് ലാംഡ എന്ന് വിചാരിക്കുക. ദെൻ ദർ ഇസ് എ പോയിന്റ് ഇൻ ഓപ്പൺ എ ബി സച്ച് ദാറ്റ് എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ. അപ്പോൾ ഒരു പറഞ്ഞത് എന്താ? എ ബിയുടെ ഇടയിൽ നമുക്കൊരു എക്സ് കിട്ടും സച്ച് എഫ് ഡാഷ് എക്സ്. അതായത് ഒന്നുമില്ല, എഫ് ഡിഫറൻഷ്യൽ ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എയുടെയും എഫ് ഡാഷ് ഓഫ് ബിയുടെയും ഇടയിലുള്ള എല്ലാ വാല്യൂയും ഫംഗ്ഷൻ അറ്റൈൻ ചെയ്യുമെന്നാണ് പറയുന്നത്. എ ബിയുടെ ഇടയിലുള്ള ഇഷ്ടംപോലെ പോയിൻറ്റ്സ് ഉണ്ടാവും. ആ പോയിന്റിൽ എന്ത് കിട്ടും നമുക്ക്? എഫ് ഡാഷ് ഓഫ് എയുടെ എഫ് ഡാഷ് ഓഫ് ബിയുടെ ഇടയ്ക്ക് ഏതൊരു ലാംഡ എടുത്താലും ആ വാല്യൂ അറ്റൈൻ ചെയ്യുന്ന എക്സുകൾ ഇവിടെ ഉണ്ടാവും. നമ്മുടെ എഫ് ഡാഷ് എക്സിന് ഉണ്ടാവും. എവിടെ? ഓപ്പൺ എ ബിയിൽ. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്കും എഫ് ഡാഷ് ഓഫ് ബിയുടെ ഇടയിലുള്ള എല്ലാ വാല്യൂസും നമ്മുടെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് അറ്റൈൻ ചെയ്യുമെന്നാണ് പറയണത്. അതിപ്പോൾ എഫ് ഡാഷ് ഓഫ് എ ഗ്രേറ്റർ ദാൻ എഫ് ഡാഷ് ഓഫ് ബി ഇതുപോലെ. അത് പ്രത്യേകിച്ച് വ്യത്യാസമുള്ള കാര്യമൊന്നുമല്ല. സോ നോക്കൂ, ഇപ്പോൾ ഇവിടെ നോക്കുന്ന ഒരു കണ്ടീഷനാണ് കിട്ടിയേക്കണേ. എന്താ? എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ലാംഡ. അപ്പോൾ നമ്മൾ എന്ത് പുതിയ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യും? എഫ് ഓഫ് ടി മൈനസ് ലാംഡ ടി. കാരണം ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് കിട്ടണം? നമ്മൾ നേരത്തെ കണ്ട അതേ ടെക്നിക്ക് കേട്ടോ. സോ ലെറ്റ് ജി ഓഫ് ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ടി മൈനസ് ലാംഡ ഓഫ് ടി. എഫ് എന്നുള്ള ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആകുമ്പോൾ ജി എന്താണ്? ഡിഫറൻഷ്യബിൾ ആയിരിക്കുക. കണ്ടീഷനൊക്കെ ഹോൾഡ് ആയിക്കോളും. ഇപ്പോൾ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, ദെൻ ജി ഈസ് ഡിഫറൻഷ്യബിൾ ഇൻ ക്ലോസ് ഇൻ്റർവൽ എ ബി. ജി ക്ലോസ് ഇൻ്റർവൽ എ ബിയിൽ ഡിഫറൻഷ്യബിൾ ആണ്. ആൻഡ് ജി ഡാഷ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് ടി മൈനസ് ലാംഡയാണ് അല്ലേ? ജി ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് എഫ് ഡാഷ് ഓഫ് ടി മൈനസ് ലാംഡയാണെന്ന് കിട്ടി. ഓക്കെ, അതിനെന്താണ് ജി ഡാഷ് ഓഫ് എ വരിക? ജി ഡാഷ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് എ മൈനസ് ലാംഡ, അത് ലെസ് ദാൻ 0 ആണ്. നമുക്ക് തന്നിട്ടുമുണ്ട്. എഫ് ഡാഷ് ഓഫ് എ ലെസ് ദാൻ ലാംഡ തന്നിട്ടുണ്ട് അല്ലേ? എഫ് ഡാഷ് ഓഫ് എ ലെസ് ദാൻ ലാംഡ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് പറയാൻ പറ്റും? അതിൻ്റെ കണ്ടീഷൻ മനസ്സിലായില്ലേ? എഫ് ഡാഷ് ഇറ്റ് ഇസ് ഗിവൺ ഹിയർ. എഫ് ഡാഷ് ഓഫ് എ ലെസ് ദാൻ ലാംഡ ലെസ് ദാൻ എഫ് ഡാഷ് ഓഫ് എ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ട് അവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ലെസ് ദാൻ 0 എന്ന് പറയാൻ പറ്റും. സോ ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്. സോ ദർ എക്സിസ്റ്റ് സം ടി ബിലോങ് ടു എ ബി ഫോർ വിച്ച് ജി ഓഫ് ടി വൺ ഇസ് ലെസ് ദാൻ ജി ഓഫ് എ. ഓക്കെ, കാരണം എന്താ നോക്കൂ, ഇത് പറഞ്ഞത്രേ ഉള്ളൂ. ഇങ്ങനെ ജി ഓഫ് ടി ഇസിക്കൽ എഫ് ഓഫ് ടി മൈനസ് ലാംഡ ടി എന്ന് വിചാരിക്കുക. അപ്പോൾ ജി ഡാഷ് ഓഫ് ടി നമുക്ക് എഫ് ഡാഷ് ഓഫ് ടി മൈനസ് ലാംഡ എന്ന് കിട്ടും. ജി ഡാഷ് ഓഫ് എ നമുക്ക് എഫ് ഡാഷ് ഓഫ് എ മൈനസ് ലാംഡ. ജി ഡാഷ് ഓഫ് എ ലെസ് ദാൻ 0 ആണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജി ഡാഷ് ഓഫ് എ ലെസ് ദാൻ 0 ആണെങ്കിൽ ഇത് പറയുകയാണെന്ത്? നമുക്ക് ഒരു പോയിൻ്റെങ്കിലും ഉണ്ടാകും ഓപ്പൺ ഇൻ്റർവൽ എ ബിയിൽ സച്ച് ദാറ്റ് ജി ഓഫ് ടി വൺ ജി ഓഫ് എനേക്കാളും ചെറുതാകുന്ന രീതിയിൽ. സോ ജി ഓഫ് എനേക്കാളും വലിയ ഒരു വാല്യൂ അറ്റൈൻ ചെയ്യുന്നൊരു പോയിൻ്റ് എക്കും ബിക്കും ഇടയിൽ ഉണ്ടാവും എന്നാണ് പറയണേ. കാരണം സപ്പോസ് അങ്ങനെ ഇല്ല വിചാരിക്കും. ഒരു പോയിൻ്റ് ഇപ്പോൾ സപ്പോസ് ജി ഓഫ് ടി വൺ ഇസ് നോട്ട് ലെസ് ദാൻ, നോട്ടാണ് കേട്ടോ, നോട്ട് ലെസ് ദാൻ ജി ഓഫ് എ. ഓക്കെ, ഇത് വേണമെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. സോ അപ്പോൾ അങ്ങനെ അല്ല വിചാരിക്കും. ഇനി അല്ലെങ്കിൽ അതിനർത്ഥം എന്താ? ജി ഓഫ് ടി എല്ലാ പോയിന്റിലും ഫോർ എനി ടി കമ്മിങ് ഫ്രം എ ബി ജി ഓഫ് ടി മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എ. അല്ലേ? ഒരു പോയിന്റിൽ പോലും താഴെ പോകുന്നില്ലെങ്കിൽ എല്ലാ പോയിന്റിലും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആവണം. സോ ജി ഓഫ് ടി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ജി ഓഫ് എ ഫോർ എവറി ടി ബിലോങ് ടു ഓപ്പൺ എ ബി ആവണം. അല്ലെങ്കിൽ ദാറ്റ് മീൻസ് ഫോർ ജി ഓഫ് ടി മൈനസ് ജി ഓഫ് എ എപ്പോഴും എന്താവണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവണം. ജി ഓഫ് ടി മൈനസ് ജി ഓഫ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ എന്ത് കിട്ടും നോക്കൂ? ജി ഓഫ് ടി മൈനസ് ജി ഓഫ് എ ബൈ ടി മൈനസ് എ. ബിക്കോസ് ടി എന്നുള്ളത് എയുടെ അപ്പുറത്തെ പോയിൻ്റ് ആണല്ലോ, എ ബി എന്നാണല്ലോ ടി വരുന്നത്. സോ ടി മൈനസ് എ പോസിറ്റീവ് ആയിരിക്കും. സോ ജി ഓഫ് ടി മൈനസ് ജി ഓഫ് എ ഗ്രേറ്റർ ദാൻ 0 ആണ്. ടി മൈനസ് എ പോസിറ്റീവ് ആകുമ്പോൾ ജി ഓഫ് ടി മൈനസ് ജി ഓഫ് എ ബൈ ടി മൈനസ് എ എന്ന് ഉറപ്പായിട്ട് എന്താവും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ ലിമിറ്റ് ടി ടെൻസ് ടു എ ജി ഓഫ് ടി മൈനസ് ജി ഓഫ് എ, അതായത് നമുക്ക് ജി ഡാഷ് ഓഫ് എ എന്താണ്ട് വരും? പോസിറ്റീവ് ആവേണ്ടി വരും. പക്ഷേ നമുക്ക് എന്താ കിട്ടിയേക്കുന്നത്? നമുക്ക് ജി ഡാഷ് ഓഫ് എ നമുക്ക് കിട്ടിയേക്കുന്നത് നെഗറ്റീവ് ആണെന്നാണ് കേട്ടോ. ജി ഡാഷ് ഓഫ് എ നെഗറ്റീവ് ആണെന്ന് കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ എന്ത് പറയാൻ പറ്റും? വി ഹാവ് സം ടി വൺ ഫ്രം ഓപ്പൺ എ ബി സച്ച് ദാറ്റ് ജി ഓഫ് ടി വൺ ഇസ് ലെസ് ദാൻ ജി ഓഫ് എ. ജി ഓഫ് എനേക്കാളും ചെറിയൊരു വാല്യൂ എക്ക് ശേഷമുള്ള പോയിന്റിൽ ഫംഗ്ഷൻ അറ്റൈൻ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇതുപോലെ എന്താണ് ജി ഡാഷ് ഓഫ് ബി? ജി ഡാഷ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് ബി മൈനസ് ലാംഡ. അത് പോസിറ്റീവ് ആണ് ബിക്കോസ് അത് ഗീവൺ ആണ്. ബിക്കോസ് നമുക്ക് അല്ലേ ജി ഡാഷ് ഓഫ് എ ലെസ് ദാൻ ലാംഡ ലെസ് ദാൻ ജി ഡാഷ് ഓഫ് ബി നമുക്ക് നേരത്തെ തന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് ജി ഡാഷ് ഓഫ് ബി ഈസ് പോസിറ്റീവ്. അതുകൊണ്ട് എന്ത് പറയാൻ പറ്റും? വി ഹാവ് എ പോയിന്റ് ടി ടു ഇൻ എ ബി സച്ച് ദാറ്റ് ജി ഓഫ് ടി ടു ലെസ് ദാൻ ജി ഓഫ് ബി.
അല്ലേ? നമ്മളിപ്പോൾ നമ്മുടെ ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് എ, ഇത് ബി, എ എന്നുള്ള വാല്യൂ ജി ഓഫ് ഇതാ വിചാരിക്കുക. ഓക്കെ, ജി ഓഫ് ബി എവിടെയെങ്കിലും ആവട്ടെ, സപ്പോസ് ഇവിടെയാണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞത് എ എന്നുള്ള ജി ഓഫ് ടി എന്ന് പറഞ്ഞ വാല്യൂവിനേക്കാളും താഴെ, അല്ല, ജി ഓഫ് എനേക്കാളും മുകളിൽ ഫംഗ്ഷൻ അറ്റൈൻ ചെയ്യുന്ന പറഞ്ഞല്ലേ ഒരു ടി എന്നുള്ള പോയിന്റ്. സോ മുകളിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ നമുക്ക് അല്ലല്ല, താഴെ എന്നല്ലേ പറഞ്ഞ. സെക്കൻഡ് കേട്ടോ, ജസ്റ്റ് വെരിഫൈ ചെയ്ത് വരാം. ജി ഓഫ് ടി വൺ ലെസ് ദാൻ ജി ഓഫ് എ, ജി ഓഫ് എനേക്കാളും താഴെ ഒരു ടി വൺ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, ജി ഓഫ് എനേക്കാളും താഴെ വാല്യൂ അറ്റൈൻ ചെയ്യുന്ന ടി വൺ ഉണ്ടാവും എന്നാണ് നമ്മളവിടെ പറഞ്ഞത്. സോ നമുക്ക് ഇങ്ങനെ വരുന്നുണ്ടാവുക, ഇത് എ, ഇത് ബി, ഇത് ജി ഓഫ് എ വിചാരിക്കുക. സോ സം ടിക്ക് ഇങ്ങനെ ഇവിടെ പോയിന്റ് അല്ലേ, ജി ഓഫ് ഇവിടെ ഈ ഒരു ടി ഉണ്ട് വിചാരിക്കും. ഇവിടെ കിട്ടിക്കണം എന്താ, ദർ എക്സിസ്റ്റ് ടി ടു ഫ്രം എ ബി സച്ച് ദാറ്റ്, നമ്മൾ ഈ വശത്തെ പറഞ്ഞ കേട്ടോ, സച്ച് ദാറ്റ് ജി ഓഫ് ടി ടു ലെസ് ദാൻ ജി ഓഫ് ബി. ഇപ്പോൾ ജി ഓഫ് ബി എന്നുള്ള വാല്യൂവിനേക്കാളും വലുതാവണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ എവിടെയെങ്കിലും ആണ് ജി ഓഫ് ബി വിചാരിക്കും, അങ്ങനെ അതിൻ്റെ താഴെ കിട്ടും. ഓക്കെ, പിന്നെ ഫംഗ്ഷൻ എന്താണ്, അപ്പോൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, എല്ലാ കാലവും നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കെന്ത് പറയുമ്പോൾ ഉറപ്പായിട്ടും ഫംഗ്ഷൻ്റെ പോയിന്റിൽ മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യേണ്ടി വരും. താഴത്തേക്ക് വന്ന് മുകളിലേക്ക് കയറണമല്ലോ, കാരണം നമ്മുടെ ഈ ഫംഗ്ഷൻ കിടക്കണത് എന്താ, ജി ഓഫ് എനേക്കാളും വലുതല്ലേ ജി ഓഫ് ബി, അല്ലെങ്കിൽ അത് രണ്ടും താഴത്തേക്ക് മുകളിലേക്ക് കയറി ഇറങ്ങിയല്ലേ കിടക്കണം. അപ്പോൾ എന്തായാലും ഇങ്ങനെ വരുമ്പോൾ മിനിമം അറ്റൈൻ ചെയ്യേണ്ടി വരും, അതാണ് പറയാൻ വരുന്നത്. സോ ഓക്കെ, ഇറ്റ് അറ്റൈൻസ് ഇസ് മിനിമം അറ്റ് സം പോയിന്റ് എക്സ് ബിലോങ് ടു എ ബി. So by theorem 4.16, a continuous real function on a compact metric space attains the maximum minimum. Okay, എന്തോ ഇനി ആവട്ടെ, കോമ്പാക്ട് സ്പേസിൽ കണ്ടിന്യൂസ് ഫംഗ്ഷൻ മാക്സിമം മിനിമം അറ്റൈൻ ചെയ്യും. ഇവിടെ എ ബി ഒരു ക്ലോസ്ഡും ബൗണ്ടർ ആകുമ്പോൾ കോമ്പാക്റ്റ് ആണ്, അതുകൊണ്ട് മിനിമം അവിടെ എന്ത് ചെയ്യും, എന്ത് അറ്റൈൻ ചെയ്യും, മാക്സിമം അല്ലെങ്കിൽ മിനിമം വരെ അറ്റൈൻ ചെയ്യുന്നു മനസ്സിലാവും. അപ്പോൾ ദർഫോർ ജി ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ എന്ത് കിട്ടി, നമുക്ക് 0 എന്ന് കിട്ടി. എന്താ ജി ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ, അത് എഫ് ഡാഷ് എക്സ് മൈനസ് ലാംഡയാണ് ജി ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ. സോ എഫ് ഡാഷ് എക്സ് മൈനസ് ലാംഡ 0 ആയി, എഫ് ഡാഷ് എക്സ് എന്തായി, എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ പ്രൂഫ് അവിടെ അവസാനിക്കും കേട്ടോ. ഇതെന്താണ് 5.11, സപ്പോസ് എഫ് ഇസ് ഡിഫറൻഷ്യബിൾ ഇൻ ഓപ്പൺ എ ബി, ദെൻ if f dash x is greater than or equal to 0 for every x, then f is monotonically increasing. എല്ലാ പോയിന്റും ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മളിത് വിളിക്കുക മോണോട്ടോണിക്കൽ ഇൻക്രീസ് എന്ന് വിളിക്കും. എല്ലാ പോയിന്റ് ഡെറിവേറ്റീവ് 0 ആണെങ്കിൽ നമ്മളതിനെ കോൺസ്റ്റന്റ് എന്ന് വിളിക്കും. എല്ലാ പോയിന്റിലും ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ നമ്മളെന്ത് വിളിക്കുക, മോണോട്ടോണിക്കലി ഡിക്രീസിങ് എന്ന് വിളിക്കും. അതാണ് നമ്മുടെ തിയറത്തിൻ്റെ ഐഡിയ. നമുക്കറിയാവുന്ന കൺസെപ്റ്റാണ്, സോ നമുക്ക് വെറുതെ പറഞ്ഞു പോകാനുണ്ടാവുള്ളൂ. സോ ലെറ്റ് x1, x2 be any two distinct points of AB. നമ്മുടെ ഡൊമൈനിൽ എ ബി എന്നുള്ള രണ്ട് പോയിന്റ് കൺസിഡർ ചെയ്ത് x1, x2 സച്ച് ദാറ്റ് x1 ലെസ് ദാൻ x2. x1 ആദ്യം, രണ്ടാമത് x2. ഓക്കെ, ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലിങ്ങനെ കാണണം. ഇവിടെ ഒരു എ ഉണ്ട്, ബി ഉണ്ട്, ആദ്യം x1 ഉണ്ട്, രണ്ടാമത് എന്തുണ്ട്, ഒരു x2 ഉണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ പോയിന്റ്സ് ഒക്കെ കിടക്കുന്നത്. ഓക്കെ, അപ്ലൈങ് ഇൻവാലിഡ് തിയറം ഫോർ എഫ് ഇൻ ക്ലോസ് ലെവൽ x1, x2. x1, x2 എന്നുള്ള ഇൻ്റർവെൽ മീൻ വാല്യൂ തിയറം പറയാൻ നമുക്ക് എന്ത് കിട്ടും, വി ഗെറ്റ് f of x2 minus f of x1 by x2 minus x1 equal to some f dash x for some x coming from open interval x1, x2. x1 x2 ഇടയിൽ ഒരു x ഉണ്ടാവും, ആ പോയിന്റിലെ ഡെറിവേറ്റീവ് എന്താവും, f of x2 minus f of x1 by x2 minus x1 ആയിരിക്കും എന്ന് പറയാൻ പറ്റും. ഇനി എല്ലാ പോയിന്റിലും if f dash f x is equal to greater than or equal to 0 for every x, എല്ലാ പോയിന്റിലും പോസിറ്റീവ് ആണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ then f dash x into x2 minus x1 പോസിറ്റീവ് ആയിരിക്കുമല്ലോ. f dash x പോസിറ്റീവ് ആണെങ്കിൽ x2 minus x1 എപ്പോഴും പോസിറ്റീവ് ആണ്. സോ f dash x into x2 minus x1 പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഇക്വേഷൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കി. എ എന്നുള്ള ഇക്വേഷൻ്റെ അതിൻ്റെ ആർ എച്ച് എസ് പോസിറ്റീവ്, എഫ് ഡാഷ് എക്സിൻ്റെ x2 minus x1 പോസിറ്റീവായി. അതുകൊണ്ട് എഫ് ഓഫ് x2 minus എഫ് ഓഫ് x1 എന്തായി, എഫ് ഓഫ് x minus എഫ് ഓഫ് x1 പോസിറ്റീവായി. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി, എഫ് ഓഫ് x1 is less than or equal to എഫ് ഓഫ് x2 എന്ന് കിട്ടി. ശരിയല്ലേ അല്ലേ? ആർ എച്ച് നമുക്ക് എൽ എച്ച് എസ് എന്തായി, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ എഫ് ഓഫ് x2 minus എഫ് ഓഫ് x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് x1 is ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് x2. അപ്പോൾ x1 ലെസ് ദാൻ x2 ആണെങ്കിൽ എഫ് ഓഫ് x1 ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് ആയിക്കണ്ട. ഇങ്ങനെയാണ് നമ്മുടെ x റിലേഷൻ. ഇതാണ് നമ്മുടെ എന്ത് റിലേഷൻ, എഫ് ഓഫ് x1 അവിടെ ആ പോയിന്റിലെ വാല്യൂസിൻ്റെ റിലേഷൻ. അപ്പോൾ ഏത് രണ്ട് പോയിന്റ് x1, x2 എടുത്താലും x1 ലെസ് ദാൻ x2 എടുത്തു കഴിഞ്ഞാൽ ഇഫ് എഫ് ഓഫ് x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ത് പറയാൻ പറ്റും, ഫംഗ്ഷൻ മോണോട്ടോണിക്കലി ഇൻക്രീസിംഗ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, എഫ് ഡാഷ് 0 ആണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞ എ എന്നുള്ള ഇതാണ് നമ്മുടെ എ എന്നുള്ള ഇക്വേഷൻ കേട്ടോ. എഫ് ഓഫ് x2 minus എഫ് ഓഫ് x1 x2 minus x1 equal to എഫ് ഡാഷ് എക്സ് ഇതാണ് എന്നുള്ള ഇക്വേഷൻ. എഫ് ഡാഷ് 0 ആയ ആർ എച്ച് 0 ആണ്. ആർ എച്ച് 0 ആയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഫ് ഓഫ് ന്യൂമറേറ്റർ എഫ് ഓഫ് x2 minus എഫ് ഓഫ് x1 0 എന്ന് പറയേണ്ടി വരും. അത് എഫ് ഓഫ് x2 എഫ് ഓഫ് x1 സെയിം. അപ്പോൾ x1 ലെസ് ദാൻ x2 എടുത്താൽ എന്ത് കിട്ടി, ഏത് x1, x2 എടുത്താലും അവിടെയൊക്കെ എഫ് ഓഫ് x1 എഫ് ഓഫ് x1 സെയിം ആണ് കിട്ടിയത്. അപ്പോൾ ഫംഗ്ഷൻ ഇസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ,
ഓക്കെ, ഇനി ലെസ് ദാൻ 0 വന്നാലോ? നേരത്തെ പറഞ്ഞത് അതേപോലെ തന്നെ നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് എക്സ് ടു മൈനസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 0 എന്ന് കിട്ടും. എഫ് ഓഫ് എക്സ് ടു എഫ് ഓഫ് എക്സ് വണ്ണേക്കാൾ ചെറുതാവും. അപ്പോൾ x1 x2നേക്കാളും ചെറുതാണ്, പക്ഷേ എഫ് ഓഫ് എക്സ് ടു എഫ് ഓഫ് എക്സ് വണ്ണേക്കാളും ചെറുതാണെന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്തായി? ഡിക്രീസിങ് ആയി. അതായത് x1 വലിയ വാല്യൂയും x2 ചെറിയ വാല്യൂ എന്ന് വരും. x2 x1 ശേഷമുള്ള പോയിന്റ് അല്ലേ, അപ്പോൾ x1 വലിയ വാല്യൂ x2 ചെറിയ വാല്യൂ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ഫംഗ്ഷൻ എന്തായി? ഡിക്രീസിങ് ഫംഗ്ഷൻ പോലെയാണ്. ദഫോ എഫ് എസ് മോണോട്ടോണിക്കലി ഡിക്രീസിങ്. ഓക്കെ, നമുക്ക് അടുത്ത ലെക്ചറിൽ ഈ എൽ ഹോസ്പിറ്റൽസ് റൂൾ നമുക്ക് ഡീൽ ചെയ്യാം. താങ്ക് യു.